നമ്മുടെ നാളികേരമാണ് കേട്ടോ. ഇത് സണ്ണങ്കി തെങ്ങിൻ്റെ നാളികേരമാണ്. ഒരു പപ്പായുടെ രൂപത്തിലാണ് പുള്ളിയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ തെങ്ങ് കേട്ടോ. 3 വർഷം കൊണ്ട് കായ്ച്ച തെങ്ങാണിത്. നമുക്കത് പൊളിച്ച് നോക്കാം. ഓക്കെ, നമ്മളിത് പൊളിച്ച് നോക്കാൻ പോവാണ് കേട്ടോ. അടിപൊളി നീളം കൂടുതലുണ്ട്. അപ്പോൾ ഇത് നാളികേരം എങ്ങനെ ഉണ്ട് നോക്കാം. നാളികേരം ആൾ കുറച്ച് വലുപ്പം കുറവാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ടേ മാർക്കറ്റിൽ ഒട്ടും തന്നെ നാളികേരം കിട്ടാനില്ല. സൂപ്പർ മാർക്കറ്റിലടക്കം പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ നാളികേരം കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടായിരുന്നൊരു നാളികേരം പറിച്ചെടുത്താൽ. ഓക്കെ, പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നാളികേരം പൊട്ടിച്ചൊക്കെ പോകട്ടോ. വലിപ്പം കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ, കാമ്പ് നോക്കട്ടെ. അടിപൊളി. എന്തായാലും കാമ്പ് നന്നായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊരു കാമ്പുണ്ട് കേട്ടോ. നമുക്ക് ചിരക്കി നോക്കാൻ പോകണം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നാളികേരം പൊട്ടിച്ചപ്പോൾ അത്യാവശ്യം നല്ല കാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ തെങ്ങാണ്, ചെറിയ നാളികേരമാണെങ്കിലും കാമ്പ് അത്യാവശ്യം ഉണ്ട്. ഓക്കെ, ഒരു നാളികേരത്തിൻ്റെ ഒരു മുറി പൊട്ടിച്ചപ്പോൾ കിട്ടിയ തേങ്ങയാണിത്. ഓക്കെ, നാളികേരത്തിൻ്റെ 2 മുറി, ഒന്ന് ചിരകിയത് ഒന്ന് ചിരവാത്തത്. ഇത് നമ്മുടെ ചിരവ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സണ്ണങ്കി തെങ്ങ്. ഇതേ നേരത്തെയൊക്കെ നല്ല ഉരുണ്ട നാളികേരം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായപ്പോഴാണ് ഒരെണ്ണം ഇങ്ങനെ നീളത്തിൽ വന്നത് കേട്ടോ. മുകളിൽ കുറച്ച് നാളികേരമുണ്ട്. വളരെ ഹൈറ്റ് കുറവാണ്. നമുക്ക് താഴെ നിന്ന് കൈകൊണ്ട് പൊട്ടിക്കാവുന്ന തരത്തിൽ ഹൈറ്റേ ഉള്ളൂ. തൊട്ട് ഇപ്പുറത്ത് തന്നെ നമുക്ക് മലയൺ ഡ്വാർഫ് എന്ന് പറഞ്ഞ അതിനുണ്ട് കേട്ടോ. അതും ഉയരം കുറവാണ്. പക്ഷേ കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റിയ അത്ര താഴെയല്ല, കുറച്ച് മുകളിലാണ്. നമുക്ക് തോട്ടി വെച്ച് പൊട്ടിക്കേണ്ടി വരും. അതിലുള്ള നാളികേരമാണ് ഇപ്പോൾ മുകളിൽ കാണുന്നത്. ഇതൊരു 4 വർഷം കൊണ്ട് കായ്ച്ചതാണ് കേട്ടോ. 4 വർഷം കൊണ്ട്. ഇത് സണ്ണങ്കി 3 വർഷം കൊണ്ടും കായ്ച്ചു. ഇതൊരു മലയൺ ഡ്വാർഫുണ്ട്, കായ്ക്കാൻ തുടങ്ങാനുള്ളത്. നമ്മുടെ മലയൺ ഡ്വാർഫിൻ്റെ വേറെ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മളിതിൽ മീതൊക്കെ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ തെങ്ങിൽ നിന്ന് വീഴുന്ന നമ്മുടെ മടൽ, ഓല, ബാക്കി എല്ലാ വേസ്റ്റുകളും നമ്മൾ തെങ്ങിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു കേട്ടോ. കാലം കൊണ്ട് ഇത് തെങ്ങിന് നല്ലൊരു വളമായിട്ട് മാറും. നല്ല വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. ഓക്കെ.